കടപ്ലാമറ്റം മരങ്ങാട്ടുപള്ളി റോഡിൽ വലിയ മരുത് ഭാഗത്ത് റോഡ് വിലങ്ങി പത്തി വിടർത്തി നിന്ന് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിപ്പിച്ച 10 അടിയിലേറെ വലിപ്പമുള്ള വെള്ളമൂർഖനെ പാമ്പ് പിടുത്തക്കാരൻ കുന്നത്ത് ജോസ് എത്തി അനുനയിപ്പിച്ച് വരുതിയിലാക്കി കൂട്ടിക്കൊണ്ടുവന്ന് ഫോറസ്റ്റുകാർക്ക് കൈമാറി. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 നാട്ടുകാരിൽ ഭീതി പടർത്തി വൻ വെള്ളമൂർഖൻ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങി വന്ന് ഗതാഗതം തടസ്സപ്പെടുത്തിയത്. വലിയ മരുത് ജംഗ്ഷന് സമീപം മൂർഖൻ പത്തി വിടർത്തി ഗതാഗതം സ്തംഭിപ്പിച്ച വിവരമറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ അവിടേക്ക് എത്തി. എന്നാൽ വന്നവരാരും സകലവിധ പ്രതാപത്തോടെയും തലയുയർത്തി നിന്ന വെള്ളമൂർഖൻ്റെ അടുത്തേക്ക് അടുക്കാൻ ധൈര്യപ്പെട്ടില്ല. ഒടുവിൽ ചെറുപ്പം മുതൽ പാമ്പുകളുടെ തോഴനായ കുന്നത്ത് ജോസിനെ വിവരമറിയിച്ചു. അരമണിക്കൂറിനകം സംഭവസ്ഥലത്തെത്തിയ ജോസിനെ കണ്ടതോടെ വെള്ളമൂർഖൻ പത്തി താഴ്ത്തി റോഡിൽ നിന്നും ഇഴഞ്ഞ് സമീപത്തെ ഓടയിലേക്ക് നീങ്ങി. പിന്നാലെ കൂടിയ ജോസ് നാട്ടുകാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കെ വെള്ളമൂർഖൻ പാമ്പിനെ കൈവെള്ളയിലാക്കി തോളിലിട്ട് റോഡിലേക്ക് ഇറങ്ങി വന്നത് ശ്വാസമടക്കി പിടിച്ച് കണ്ടുനിന്നു. ജോസ് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കൂട്ടിലാക്കി വെള്ളമൂർഖനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ ചെന്ന് കൂട്ടിൽ നിന്നും ഇറക്കി അതിഥിക്ക് തീറ്റയും വെള്ളവും നൽകി. തുടർന്ന് എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വിളിച്ച് വിവരമറിയിച്ചു. ജോസിന്റെ വീട്ടിൽ പുതിയ അതിഥി എത്തിയ വിവരമറിഞ്ഞ് അയൽവാസികൾ കാഴ്ചക്കാരായി തടിച്ചുകൂടി. ബുധനാഴ്ച ഉച്ചയോടെയാണ് എരുമേലിയിൽ നിന്നും ഫോറസ്റ്റുകാരെത്തി പാമ്പിനെ ഏറ്റുവാങ്ങിയത്. വനപാലകർ ഏറ്റുവാങ്ങിയ വെള്ളമൂർഖനെ ശബരിമല വനത്തിലെ കാളകെട്ടി ഭാഗത്തു തുറന്നുവിടും. കഴിഞ്ഞ 20 വർഷമായി വനപാലകർക്ക് ജനവാസ കേന്ദ്രത്തിൽ കാണപ്പെടുന്ന കൊടും വിഷമുള്ള പാമ്പുകളെ പിടികൂടി ഏൽപ്പിക്കുന്ന ജോലിയാണ് ജോസിൻ്റേത്. ജോസിനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കണമെന്നതാണ് നാട്ടുകാരുടെയും വനപാലകരുടെയും ദീർഘകാലമായ ആവശ്യം. 50 സെന്റ് സ്ഥലം സ്വന്തമായുള്ള ജോസ് റബ്ബർ തോട്ടം സ്ലോട്ടറിനടുത്താണ് ഉപജീവനം നയിക്കുന്നത്. എന്നാൽ നാട്ടിലെവിടെ പാമ്പിറങ്ങിയാലും ആളുകൾ ജോസിനെ തേടിയെത്തും. സമയമോ കാലമോ നോക്കാതെ ജോസ് അവിടേക്ക് കുതിക്കും. ഇതുമൂലം ടാപ്പിംഗ് മുടങ്ങുന്നത് പതിവാണ്. 2 മക്കളുള്ള ജോസിൻ്റെ ഇളയ മകൾ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ജോസ്മിയും പാമ്പിനെ പിടിക്കും. അച്ഛൻ പിടിച്ചുകൊണ്ടുവരുന്ന പാമ്പുകൾക്ക് തീറ്റയും വെള്ളവും കൊടുക്കുന്നതുമെല്ലാം മകളാണ്.